ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ KCCA പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺട്രാക്ട് ബേസിൽ വിവിധ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ, സയൻസ് കണ്ടന്റ് റൈറ്റർ, മൾട്ടി ടാസ്കിംഗ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഈ ഓരോ പോസ്റ്റിനെയും പറ്റി വിശദമായി ഒന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ PhD ഇൻ അറ്റ്മോസ്ഫിയറിക് സയൻസ്, അതോടുകൂടെ MSc ഇൻ മെറ്റീരിയോളജി ഓർ അറ്റ്മോസ്ഫിയറിക് സയൻസ് ഓർ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയവരുള്ള MScയും അറ്റ്മോസ്ഫിയറിക് സയൻസിലുള്ള PhDയുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. 50 വയസ്സ് വരെയുള്ളവർ അപേക്ഷിക്കാം. 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ആവശ്യമാണ്. 1,25,000 മുതൽ 1,75,000 വരെയാണ് സാലറി വരുന്നത്. 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടും. അടുത്തത് കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ. അതിലേക്കും ഒരു വേക്കൻസിയാണ് വരുന്നത്. എൻവയോൺമെൻറ്റൽ സയൻസിലുള്ള MTech ആണ് യോഗ്യതയായിട്ട് വരുന്നത്. 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇതിൻ്റെ സാലറി വരുന്നതും 1,25,000 മുതൽ 1,75,000 വരെയാണ് സാലറി വരുന്നത്. ഇതും കോൺട്രാക്റ്റ് 3 ഇയേഴ്സ് തന്നെയാണ്. അടുത്ത് വരുന്നത് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്. ഇതിലും ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനാവശ്യമുള്ളത് പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള MTech ആണ്. 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിനും വന്നിട്ടുള്ളത്. സാലറി 1,25,000 മുതൽ 1,75,000 വരെ തന്നെയാണ് ഈ പോസ്റ്റിലേക്ക് വരുന്നത്. എല്ലാ പോസ്റ്റുകളും 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡിൽ തന്നെയാണ് വരുന്നത്. അടുത്ത വരുന്നത് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ. മാസ്റ്റേഴ്സ് ഇൻ എൻവയോൺമെൻറ്റൽ ലോ ഓർ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്നിവയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. സാലറി മാറ്റമില്ല. 1,25,000 മുതൽ 1,75,000 വരെ തന്നെയാണ്. അടുത്ത പോസ്റ്റ് ആണെങ്കിൽ സയൻസ് കണ്ടന്റ് റൈറ്റർ. ഒരു വേക്കൻസിയിൽ വരുന്ന ഈ പോസ്റ്റിലേക്ക് MSc ഇൻ എർത്ത് ഓർ എൻവയോൺമെൻറ്റൽ സയൻസ് എന്നിവയാണ് യോഗ്യതയായിട്ട് വരുന്നത്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 75,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് ഓഫീസർ. അതിലും ഒരു വേക്കൻസിയാണ് വരുന്നത്. ഗ്രാജുവേറ്റ് DCA, ടൈപ്പിംഗ് എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം തുടങ്ങിയവയാണ് യോഗ്യതയായിട്ട് വരുന്നത്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷം മൾട്ടി ടാസ്കിംഗ് ഓഫീസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ്. 21,175 രൂപയാണ് സാലറി വരുന്നത്. ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും എല്ലാം ഉള്ളത്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 13/9/2024 10 മണി മുതലാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 30/9/2024 5 മണിക്കാണ്. അപ്പോൾ 30/9/2024 5 മണിക്ക് മുൻപായി താല്പര്യമുള്ളവരെല്ലാം തന്നെ അപേക്ഷിക്കേണ്ടതാണ്. താല്പര്യമുള്ള മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഉയർന്ന സാലറിയിൽ കേരളത്തിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായി മറക്കാതെ തന്നെ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.